ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒരു പകുതി മൂപ്പായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ ഇത് രണ്ടും ഇവിടെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലുള്ള നെയ്യൊന്നും ഒഴിവാക്കുന്നില്ല കേട്ടോ. ഈ ഒരു നെയ്യിലേക്ക് തന്നെ നമുക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് പെട്ടെന്ന് ചൂടാക്കി എടുക്കണ്ട. അപ്പോൾ ഒരു പാന് ചൂടുണ്ടായതുകൊണ്ട് ചെറുതായിട്ട് പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതുപോലെ മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അരിപ്പൊടിയുടെ കൂട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തിക്കായിട്ട് വേണ്ട, കുറച്ചൊരു ലൂസായിട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിക്ക് പകരം വേണമെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ചൂടാറി വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിനേക്കാൾ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലൂസാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊരിയാവലി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഡ്യൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 കളറിലുള്ള ഡ്യൂട്ടി ഫ്രൂട്ടിയും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊരിയാവലി ഇല്ലെങ്കിൽ സാധാരണ അവിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ക്രിസ്പി ആയിരുന്നത് വരെ ഒന്ന് പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കോൺഫ്ലെക്സ് കയ്യിലുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടായതുകൊണ്ട് എടുത്തതാണ്. അത് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സെർവ് ചെയ്യാൻ ആവുന്ന ആ ഒരു സമയത്താണ് കേട്ടോ. അതുവരെ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇതൊക്കെ അവിലൊക്കെ കുതിർന്ന് പോവും. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉടനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്